നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. നമുക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. നിത്യവും പലതരം അപകടങ്ങളെ നേരിടുന്നവരാണ് നമ്മളൊക്കെ. അതുപോലെയല്ല കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ നമ്മൾ ജാതിമത വർഗ വർണ്ണ ഭേദമന്യേ സങ്കടപ്പെടുന്നു. കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 15 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിലേക്കാണ് ആഴ്ചവട്ടം കടക്കുന്നത്. ആളപായം സംഭവിച്ചില്ലെങ്കിൽ ഇത്തരം ഭക്ഷ്യവിഷബാധകളൊന്നും വലിയ സംഭവങ്ങൾ ആകാറില്ല. അങ്ങനെ നോക്കുമ്പോൾ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഹോസ്റ്റലിൽ നടന്നതും വലിയ സംഭവമല്ല. കാരണം ആരും മരിച്ചില്ല. പക്ഷേ ആഴ്ചവട്ടം പറയാൻ ഉദ്ദേശിക്കുന്നത് MR സ്കൂളിന്റെ ഹോസ്റ്റൽ നടത്തിപ്പുകാരുടെ കൃത്യവിലോപത്തെക്കുറിച്ചാണ്. കുട്ടികൾക്ക് രാവിലെ 9 മണിയോടെ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ചെല്ലുന്നു. അപ്പോൾ അവർക്ക് അടിയന്തരമായിട്ട് ചികിത്സ കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് വൊമിറ്റ് ചെയ്യുകയും അവർക്ക് പനി കൂടുകയും കൈകാലം വിറയ്ക്കുകയും ശരീരം തളരുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ MRSന്റെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രാർത്ഥനയാണ് രാവിലെ കുട്ടികളോടുള്ളത്. 20 കുട്ടികൾ കൂടുതൽ അപ്പോഴുണ്ട്. പക്ഷേ 12 മണി വരെയും അവിടുന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ജനപ്രതിനിധികളായിട്ടുള്ളവർ ഇടപെട്ട് സൂപ്രണ്ടിനെ വിളിച്ചു, MRSൽ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി. ഹെൽത്തിൽ നിന്ന് ആളുകൾ MRS സ്കൂളിൽ പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് കുട്ടികൾക്ക് ഭക്ഷണത്തിൽ നിന്നാണെന്നാണ് അവർക്ക് തോന്നി. വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം രണ്ടിലേതിൽ നിന്നായിരിക്കും സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി എന്ത് കഴിച്ചേ? ചോറാണ്. രാവിലെ ഇന്ന് രാവിലെ ദോശ കറി എന്തായിരുന്നു? ഇന്ന് രാവിലെയോ? ഇന്നലെ കഴിച്ചു. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇതുവരെ രാത്രി കഴിച്ചോളോ? രാത്രി എന്തൊക്കെയാണ് കഴിച്ചേ? രാത്രി പോലെ അസുഖമുണ്ടോ? ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയില്ലയോ? കൊണ്ടുപോയി. ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി. കുട്ടികളുടെ പരിരക്ഷ എന്ന് വെച്ചാൽ നല്ല ഭക്ഷണവും നല്ല ഫെസിലിറ്റിയും താമസ സൗകര്യം ഉള്ളതാണ്. അവിടെ ഇങ്ങനെ സംഭവിച്ചു. കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവരെ ശാരീരിക മാനസിക വളർച്ചാ വികാസങ്ങൾ പൂർത്തിയാകുന്നതുവരെ മുതിർന്നവർ കൈയും മെയ്യും മറന്ന് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന MR സ്കൂളിലും മുന്നോക്കം എന്ന് പറയപ്പെടുന്ന സമുദായങ്ങളിലെ കുട്ടികൾക്കും അത് ഒരുപോലെയാണ്. കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പിട്ട് തന്നെ ഈ കുട്ടികൾക്ക് അസുഖം ബാധിച്ചതാണ്. പക്ഷേ അതിനെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ല അവരെ കെയർ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഈ അധികാരികളുടെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായത്. 15 വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ കുഴഞ്ഞു വീഴുന്നു, ചിലർ ഛർദ്ദിക്കുന്നു. അതൊരു ഭക്ഷ്യവിഷബാധ തന്നെയാണ്. MR സ്കൂളിലെ കുട്ടികൾക്ക് പ്രത്യേക പരിഗണനകൾ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിയമപരമായി ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ വേണ്ടത്ര ശ്രദ്ധയും പരിചരണവും അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ടാകുന്നതാണ് കഴിഞ്ഞ കുറെ കാലമായി അവിടെ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അവരെ അത്തരത്തിലുള്ള കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന അവിടുത്തെ സെക്യൂരിറ്റിക്കാരായിട്ടുള്ള 15 വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ 2 സെക്യൂരിറ്റിക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്.
ഇത് തന്നെ അതിനെ മേൽനോട്ടം വഹിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ എത്തിയിട്ടില്ല. ഇത് തന്നെ അവരോട് കാണിക്കുന്ന അവഗണന അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന നീതി ഇല്ലായ്മയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇനി പ്രതിഷേധമാണ് MR സ്കൂൾ അധികൃതർക്കെതിരെ. ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ മാന്യമായി ഈ കുട്ടികളോട് പെരുമാറാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള ഏജൻസികൾക്ക്, പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നത അധികാരികൾക്ക് ഞങ്ങൾ ഈ തെളിവുകൾ കൈമാറും. ഇന്നലെ ഒരു കുട്ടി ഞങ്ങൾ ഹോസ്പിറ്റൽ സന്ദർശിച്ചപ്പോൾ പറഞ്ഞ വർത്തമാനമാണ്. ഒരു കുരുവുമില്ല, പോയി കിടന്നുറങ്ങട എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് വരുന്ന ചെറിയ കുരു പോലും അവനവന്റെ മൂലത്തിലും മൂർധാവിലുമുള്ള കുരുവായി വേദനിപ്പിക്കണമെങ്കിൽ അത് സ്വന്തം കുഞ്ഞായിരിക്കണം. മറ്റുള്ള കുഞ്ഞുങ്ങളെ സ്വന്തം പോലെ കണക്കാക്കാനുള്ള മനസ്സെങ്കിലും ഉള്ളവരെ മാത്രമേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പരിചരിക്കാനും അയക്കാവൂ. അല്ലാത്തവർക്ക് മറ്റു ജോലികൾ നൽകാമല്ലോ. ഈ കുട്ടികളെങ്ങാനും വഴിയിലിരുന്ന് അപ്പിയിട്ടാൽ ആ അപ്പി വാരിക്കൊടുത്ത് കളഞ്ഞിട്ട് അവന്റെ ചന്തി കഴുകാനാണ് നിങ്ങളെ ഇവിടെ സർക്കാർ നിർത്തിയിരിക്കുന്നത്. അത് മറന്നുപോയിട്ട് ഈ കുട്ടികൾക്ക് നേരെ ദാഷ്ട്യപരമായ മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള നടപടികളുമായാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിൽ ഒരു കുട്ടിയുടെ കണ്ണിൽ കല്ലുകൊണ്ട് ആ കുട്ടിയുടെ കണ്ണിൽ കല്ലുകൊണ്ടിട്ട് എന്റെ ടീച്ചറെ നിങ്ങൾ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതെന്ന് ചോദിച്ചപ്പോൾ എനിക്കിതിനെയൊക്കെ കെട്ടിച്ചുമന്നുകൊണ്ട് നടക്കലല്ല എന്റെ പണി എന്ന് പറയുന്ന ദാഷ്ട്യമാണ് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഒരു ടീച്ചറിൽ നിന്നുണ്ടായത്. പണം ചെലവാക്കി പഠിച്ച് തൊഴിലുകൊണ്ട് മാത്രം അധ്യാപകരാകുന്നവർക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറാനാവില്ല. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഉന്നതമായ സംസ്കാരവുമുള്ള അധ്യാപകരെ മാത്രം ചെറിയ ക്ലാസുകളിൽ പഠിപ്പിക്കാൻ അയക്കുകയാണ് അധികൃതർ ചെയ്യേണ്ടത്. നല്ല സംസ്കാരം ഉള്ളവർക്ക് മാത്രമേ നല്ല സംസ്കാരം പകരാനുമാവൂ. വളരെ വിനീതമായി പറയുകയാണ്, എല്ലാ കാലത്തും ആദിവാസികൾ, എല്ലാ കാലത്തും ദലിതുകൾ നിങ്ങൾ കാണിക്കുന്ന ദാഷ്ട്യത്തിന് കീഴടങ്ങുമെന്നും ഈ കുട്ടികൾ നിങ്ങളുടെ കീഴടങ്ങി, ഈ രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് കീഴടങ്ങി നിങ്ങളെ പേടിച്ചാണ് മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനിയും നമ്മൾ ക്ഷമിച്ചു കൊടുക്കരുത്, ഇനിയും നമ്മൾ ഇങ്ങനെ സഹിച്ചു കൊടുക്കരുത്. നമ്മളുടെ ക്ഷേമം, നമ്മളുടെ ഐശ്വര്യം, നമ്മളുടെ സുസ്ഥിതിക്ക് വേണ്ടി മാസം 10-50,000 രൂപയും ശമ്പളം പറ്റുന്നവൻ നമുക്ക് മേലെ കയറി വരരുത്. അവൻ നമ്മുടെ സേവകനാണ്, അവൻ നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നവനാണ്. അത്തരക്കാരാണ് ഇവിടെ പറയുന്നത് ഒരു കുരുവുമില്ലടാ എന്ന്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് ഇപ്പറഞ്ഞതിന്റെ സൂചന. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ വിനീതമായി പറയുകയാണ്, എല്ലാ കാലത്തും ആദിവാസികൾ, എല്ലാ കാലത്തും ദലിതുകൾ നിങ്ങൾ കാണിക്കുന്ന ദാഷ്ട്യത്തിന് കീഴടങ്ങുമെന്നും ഈ കുട്ടികൾ നിങ്ങളുടെ കീഴടങ്ങി, ഈ രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് കീഴടങ്ങി നിങ്ങളെ പേടിച്ചാണ് മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. വിദ്യാർത്ഥികൾ അധ്യാപകരെ പേടിക്കുന്നത് നല്ലതല്ല. മറുവശത്ത് അധ്യാപകരെ സമുദായം പറഞ്ഞ് താക്കീത് ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ശരിയാണോ എന്ന് പ്രതിഷേധക്കാരും ആലോചിക്കുക. ഇനിയും നമ്മൾ ക്ഷമിച്ചു കൊടുക്കരുത്, ഇനിയും നമ്മൾ ഇങ്ങനെ സഹിച്ചു കൊടുക്കരുത്. നമ്മളുടെ ക്ഷേമം, നമ്മളുടെ ഐശ്വര്യം, നമ്മളുടെ സുസ്ഥിതിക്ക് വേണ്ടി മാസാമാസം 10-50,000 രൂപയും ശമ്പളം പറ്റുന്നവൻ നമുക്ക് മേലെ കയറി വരരുത്. അവൻ നമ്മുടെ സേവകനാണ്, അവൻ നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നവനാണ്. പഠിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ഗുരു, അവൻ നമുക്ക് മേലെ കയറി വരരുത്. അവൻ നമ്മുടെ സേവകനാണ്, അവൻ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരേണ്ടവനാണ്. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വിദ്യാർത്ഥികളിൽ സാംസ്കാരികമായി എന്ത് പരിവർത്തനമാണ് ഉണ്ടാക്കുക? നമ്മളുടെ ക്ഷേമം, നമ്മളുടെ ഐശ്വര്യം, നമ്മളുടെ സുസ്ഥിതിക്ക് വേണ്ടി മാസാമാസം 10-50,000 രൂപയും ശമ്പളം പറ്റുന്നവൻ നമുക്ക് മേലെ കയറി വരരുത്. അവൻ നമ്മുടെ സേവകനാണ്, അവൻ നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നവനാണ്. അധ്യാപനം സേവനം തന്നെയാണ്, സംശയമില്ല. അത് പ്രാർത്ഥന പോലെ ചെയ്യേണ്ടുന്ന ഒന്നാണ്. നമ്മുടെ പ്രഖ്യാപിത അധ്യാപകർക്ക് പലപ്പോഴും അത് കൃത്യമായി ചെയ്യുന്നതിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടാവാം, പരിചരണത്തിലും അത് സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് തിരുത്തുന്നതിന് പ്രതിഷേധക്കാർ ഉപയോഗിക്കുന്ന ഭാഷ കുട്ടികൾക്ക് തെറ്റായ സന്ദേശം പകരുന്നതാവരുത്. അത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ദോഷം ചെയ്യും. ഒരിക്കൽ കൂടി കേൾക്കാം. എനിക്ക് പ്രിയപ്പെട്ട, അങ്ങേയറ്റം ആദരിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. അത്തരക്കാരോട് പറയാനുള്ളത്,
ഈ കുട്ടികളെങ്ങാണം വഴിയിലിരുന്ന് അപ്പിയിട്ടാൽ ആ അപ്പി വാരിക്കൊടുത്ത് കളഞ്ഞിട്ട് അവന്റെ ചന്തി കഴുകാനാണ് നിങ്ങളെ ഇവിടെ സർക്കാർ നിർത്തിയിരിക്കുന്നത്. വളരെ വിനീതമായി പറയുകയാണ്, എല്ലാ കാലത്തും ആദിവാസികൾ, എല്ലാ കാലത്തും ദലിതുകൾ നിങ്ങൾ കാണിക്കുന്ന ദാർഢ്യത്തിന് കീഴടങ്ങുമെന്നും ഈ കുട്ടികൾ നിങ്ങളുടെ കീഴടങ്ങി, ഈ രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് കീഴടങ്ങി നിങ്ങളെ പേടിച്ചാൽ മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മളുടെ ക്ഷേമം, നമ്മളുടെ ഐശ്വര്യം, നമ്മളുടെ സുസ്ഥിതിക്ക് വേണ്ടി മാസാമാസം 10-50,000 രൂപ ശമ്പളം പറ്റുന്നവൻ നമുക്ക് മേലെ കയറി വരരുത്. അവൻ നമ്മുടെ സേവകനാണ്, അവൻ നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നവനാണ്. വളരെ ആദരവോടെ വിനീതനായി ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ കുട്ടികളിലും രക്ഷാകർത്താക്കളിലും പകർന്ന സന്ദേശം എന്തായിരിക്കും? ലോകത്തിൽ ഏറ്റവും ഊഷ്മളമായ ബന്ധങ്ങളിലൊന്നാണ് ഗുരുശിഷ്യ ബന്ധം. അത് തകർത്തുകൊണ്ട് ആർക്കും ഒന്നും നേടാനാവില്ല. വളരെ വിനീതമായി പറയുകയാണ്, എല്ലാ കാലത്തും ആദിവാസികൾ, എല്ലാ കാലത്തും ദലിതുകൾ നിങ്ങൾ കാണിക്കുന്ന ദാർഢ്യത്തിന് കീഴടങ്ങുമെന്നും ഈ കുട്ടികൾ നിങ്ങളുടെ കീഴടങ്ങി, ഈ രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് കീഴടങ്ങി നിങ്ങളെ പേടിച്ചാൽ മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കുട്ടികൾ നേരിട്ട ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇവയൊക്കെ ജാതീയമായി കാണേണ്ടതുണ്ടോ? മനുഷ്യകുലത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ പ്രശ്നമായി വേണ്ടേ ഇവയെ കാണാൻ? ജാതീയ വേർതിരിവില്ലാതെ എല്ലാ കുഞ്ഞുങ്ങളുടെയും ക്ഷേമമല്ലേ വേണ്ടത്? നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ ഏത് കോണിൽ നിന്ന് വീക്ഷിക്കണം എന്നത് നമ്മുടെ ഉദ്ദേശശുദ്ധി കൂടിയാണ് വ്യക്തമാക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ദളിതരോടുള്ള അവഗണനയായി കാണേണ്ട സംഭവമാണോ? എല്ലാ കാലത്തും ആദിവാസികൾ, എല്ലാ കാലത്തും ദലിതുകൾ നിങ്ങൾ കാണിക്കുന്ന ദാർഢ്യത്തിന് കീഴടങ്ങുമെന്നും ഈ കുട്ടികൾ നിങ്ങളുടെ കീഴടങ്ങി, ഈ രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് കീഴടങ്ങി നിങ്ങളെ പേടിച്ചാൽ മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്തിനേയും ഏതിനേയും വർഗീയവത്കരിക്കുന്നത്, ജാതീയവത്കരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല. ഈ കുട്ടികളെ മനുഷ്യ കുഞ്ഞുങ്ങളായി കാണാനാണ് ആഴ്ചവട്ടത്തിന് ഇഷ്ടം. ഇനി മോഡിയാണ് താരം. മോഡി വന്ന് വില്ലനാവുന്നുവെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും BJPയെ അധികാരത്തിലെത്തിച്ച സാധാരണക്കാരായ ജനങ്ങൾക്ക് ആ ഗവൺമെന്റിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നെന്നാണ് BJPയും ഗവൺമെന്റും അവകാശപ്പെട്ടത്. അത് BJPയും ഗവൺമെന്റും അവകാശപ്പെട്ടതല്ല, അതൊരു സത്യമാണ്. UPA സർക്കാരിന്റെ കൊള്ളയും അഴിമതിയും ജനദ്രോഹവും കൊണ്ട് പൊറുതിമുട്ടിയാണ് മോഡി എങ്കിൽ മോഡി എന്നൊരു തീരുമാനത്തിലേക്ക് ജനമെത്തിയത്. എന്നാൽ അധികാരമേറ്റ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെയും BJP ഗവൺമെന്റിന്റെയും യഥാർത്ഥ മുഖം വെളിച്ചത്ത് വരുന്ന രീതിയിലാണ് ഗവൺമെന്റിന്റെയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും. എല്ലാവർക്കും ഒരു യഥാർത്ഥ മുഖമുണ്ട്. കാമുകനും കാമുകിയും വിവാഹം കഴിയുമ്പോഴേ അവരുടെ യഥാർത്ഥ മുഖം പരസ്പരം വെളിപ്പെടുത്തൂ. അപ്പോഴേ അബദ്ധം പറ്റിയെന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ വാഗ്ദാന തൊഴിലാളികളുടെ ശരിയായ മുഖം പുറത്തു വരും. UPAയും അങ്ങനെയായിരുന്നു. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ, പ്രത്യേകിച്ചും സാധാരണക്കാരായ തൊഴിലാളി വർഗം, വിദ്യാർത്ഥികൾ, മധ്യവർഗം, അങ്ങനെ ജീവിതത്തിൽ നിത്യവും അവരുടെ ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കോടിക്കണക്കിന് യാത്രക്കാരാണ് ദിവസവും സ്വന്തം വീടുകളിൽ നിന്നും അവരുടെ ഉദ്യോഗ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ യാത്ര ചെയ്തു പോകുന്നത് നമുക്കറിയാം. ഇന്ന് അവർക്കെല്ലാം ഒരു വലിയ ആഘാതമേൽപ്പിച്ചുകൊണ്ട് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന റെയിൽവേയുടെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആഘാതമാണ് ഇന്ന് റെയിൽവേയുടെ നിരക്ക് കൂട്ടിയിരിക്കുന്നത്. ഷാഹിദ കമാൽ കോൺഗ്രസിൽ അല്ലേ ഇതുവരെ പ്രവർത്തിച്ചത് എന്ന സംശയം തോന്നും ഇത് കേട്ടാൽ.
UPA സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് റെയിൽവേ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവർ ചിന്തിച്ചത് ഏതെങ്കിലും കാരണവശാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ അപ്പോൾ കൂട്ടാം എന്നാണ്. ഭാഗ്യത്തിന് തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നമ്പാടി നിരക്ക് വർദ്ധിപ്പിക്കൽ മോഡിയുടെ ചുമതലയുമായി. എന്ന് മാത്രമല്ല, ഈ റെയിൽവേ നിരക്ക് കൂട്ടിയത് കൊണ്ട് യാത്രക്കാർക്ക് നേരിട്ടുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കുപരിയായി യാത്രാക്കൂലി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഇനി ചരക്കുകൂലി വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വർധനവ് വരുമ്പോൾ അത് പരോക്ഷമായി മറ്റ് മേഖലകളിലും അതിൻ്റെ ആനുപാതികമായ വർധനവുണ്ടാകും. കാരണം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലും അതുപോലെ മറ്റെല്ലാ മേഖലകളിലും അതിൻ്റെ അലയൊലികൾ നമുക്ക് ഉടനെ തന്നെ കാണുവാനും അത് സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഗതികേടായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വെളിപാടൊന്നും UPA സർക്കാരിന്റെ കാലത്ത് പെട്രോളിന്റെ വില മിനിറ്റിന് വർദ്ധിച്ചപ്പോൾ ഒരു കോൺഗ്രസുകാർക്കും ഉണ്ടായി കണ്ടില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷേ അന്ന് പറഞ്ഞില്ല എന്നേയുള്ളൂ എന്നതായിരിക്കും നിലപാട്. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ശൂന്യതയിൽ നിന്ന് ആർക്കും ഒന്നും സൃഷ്ടിച്ചെടുക്കാനാവില്ല. UPA ബാക്കി വച്ച തൊഴുത്തിൽ നിന്ന് വേണം മോഡിക്ക് തുടങ്ങാൻ. തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായ നിലപാടുകളുമായി സാധാരണക്കാരുടെ മേൽ കനത്ത ആഘാതമേൽപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന BJP ഗവൺമെന്റ് തുടർന്നങ്ങോട്ട് എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന മാത്രമായിട്ടാണ് നാം ഇതിനെ കാണുവാൻ, ഇന്ത്യയിലെ ജനങ്ങൾ ഇതിനെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. മോഡി സർക്കാരിനെ വിലയിരുത്താറായിട്ടില്ല. UPAയുടെ അതേ വഴിയിലാണ് മോഡി ഇപ്പോൾ പോകുന്നത്. പക്ഷേ ജനം മാറ്റത്തിനായി കാത്തിരിക്കുന്നു. UPAക്ക് പിന്നാലെ NDAയും ജനത്തെ വിഡ്ഢിയാക്കുകയാണോ എന്ന് കണ്ടറിയാൻ കുറച്ച് മാസങ്ങൾ കൂടി കാത്തിരിക്കണം. തീർച്ചയായും ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കും എന്ന് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതൊരു ജനകീയ സമരത്തിലേക്ക് താമസിയാതെ തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ചുകൊണ്ടൊരു ജനകീയ സമരം പൊട്ടിപ്പുറപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജനകീയ സമരങ്ങൾ പോലുള്ള വലിയ തമാശകൾ ജനം കണ്ട് മടുത്തിരിക്കുന്നു. ജീവിതം വഴിമുട്ടിയാൽ പിന്നെ ചെയ്യേണ്ടത് ജനം സ്വയം ചെയ്തുകൊള്ളും എന്നതിന് ലോക ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇനി ഒരു റൂറൽ SPയുടെ രോദനമാണ്. എന്തിനാണ് രോദനമെന്ന് അദ്ദേഹം തന്നെ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ പൊതുവിലൊരു ജനങ്ങൾക്ക് ഒരു മോശമായ ധാരണ ഉണ്ടാക്കത്തക്ക രീതിയിൽ ഇവിടുത്തെ പാറക്കുടികളെയും അതുപോലെ തന്നെ അവരെ സഹായിക്കുന്നു, അവർക്കെതിരായിട്ട് എന്തെങ്കിലും കേസെടുക്കുന്നത് അത് ഞാൻ ഇടപെട്ടു വിട്ടു. കഴിഞ്ഞ ദിവസം ഉണ്ടായ 2 ലോറി ഞാൻ വിടാൻ പറഞ്ഞു. അപ്പം അത് പാറക്കൂടി ആളുകളെ, പാറ മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രകൃതി ചൂഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് ഈ പാറക്കൂടികളുടെ അല്ലെങ്കിൽ പ്രകൃതി ചൂഷകരുടെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആണ് പൊതുവിൽ ജനങ്ങളുടെ ഒത്തിരി പല ജനങ്ങളും അങ്ങനെയാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പലപ്പോഴും പലരോടും തിരക്കുകളിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നിങ്ങളെ വിളിച്ച് നേരിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഒന്നാമത്തെ ആദ്യത്തെ കാര്യം. കൊട്ടാരക്കര റൂറൽ പരിധിയിൽ പാസ് ഇല്ലാതെ വന്ന ചില പാറ ലോറികൾ കടത്തിവിട്ടു എന്നതാണ് റൂറൽ SPക്കെതിരെ ഉണ്ടായ ആരോപണം. സത്യത്തിൽ സംഭവിച്ചത് ഇതാണ്. ഒരല്പം നീണ്ട കഥയാണ്. ബോറടിക്കുന്നവർ ക്ഷമിക്കുക. ഞാൻ ഈ ഒരു 4:30 ആലപ്പുഴ SP എന്നെ വിളിക്കുകയും ആലപ്പുഴ കളക്ടറും കൂടെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അവിടെ കടലാക്രമണം നടക്കുന്നു, വീടുകൾ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങളവിടെ വയലന്റ് ആവുന്നു, റോഡ് ഉപരോധിക്കുന്നു, പിക്കറ്റിംഗ് നടക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഇത് പറഞ്ഞതുകൊണ്ട് എവിടെയെങ്കിലും ഇതുമായിട്ട് അവിടത്തേക്കുള്ള കോടികൾ എവിടെയെങ്കിലും പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുന്നതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ 2 സബ് ഡിവിഷൻ ഓഫീസേഴ്സിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അവിടത്തേക്കുള്ള രോഗികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം.
അവിടത്തേക്ക് പാറ കൊണ്ടുപോകുന്നതാണ്. കാരണം അത് ജനങ്ങളുടെ അവിടെ വീടുകൾ ഒലിച്ചു കൊണ്ടിരിക്കുന്നു, അവിടെ പ്രക്ഷോഭം നടക്കുന്നു. ആ ഒരു അടിയന്തര സാഹചര്യത്തിൽ എത്തിക്കണം എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും വിളിക്കുന്നു. അത് വീണ്ടും പലയിടത്തും പിടിച്ചിട്ടിരിക്കുന്നു. കൊട്ടാരക്കരയും പലരും പിടിച്ചിട്ടിരിക്കുന്നു. അത് ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ തൊട്ടേ പിടിച്ചതാണ്. ഇന്നലെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും അടിയന്തരമായിട്ട് ഇവിടത്തേക്കുള്ള വണ്ടിയാണ്, ഇവിടത്തേക്കുള്ള കല്ല് കൊണ്ടുവരുന്നതാണ്. അത് അടിയന്തരമായിട്ട് എത്തിക്കാനും ഏർപ്പാട് ചെയ്യണമെന്നാണ്. ഞാൻ അതിനനുസരിച്ച് തന്നെ എൻ്റെ ബന്ധപ്പെട്ടതായിട്ടുള്ള ഓഫീസേഴ്സും അവിടത്തേക്കുള്ള കല്ലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അത് വീണ്ടുമുള്ള കളക്ടറുടെയും SP-യുടെയും കളക്ടറുടെ അഭിപ്രായമനുസരിച്ച് SP-യുടെയും കൂടെ നിർദ്ദേശമനുസരിച്ചാണ് ഇതൊരു അടിയന്തര പ്രാധാന്യത്തോടുകൂടി എത്തിക്കുന്നതിന് വേണ്ടി SP-യുടെ ചെയ്യാൻ പാടില്ല. ഞാനും ഇവിടെ വിളിച്ചിട്ട് എൻ്റെ ബന്ധപ്പെട്ട ഓഫീസേഴ്സിനോട് പറഞ്ഞത് അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടത്തേക്കുള്ള കല്ലാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലെനിക്ക് എടുത്തു പറയേണ്ട പോയിന്റ്, ഈ അനധികൃതമായിട്ടുള്ള പാറ വിട്ടുകൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ അനധികൃതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അവരെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ലോറി വിട്ടുകൊടുത്ത് അവരെ സഹായിക്കണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പൊതുവിൽ ജനം കേൾക്കുമ്പോൾ എന്തോ ഞാൻ ഇതിൻ്റെ ഒരു ഏജന്റാണ്, അല്ലെങ്കിൽ പാറപ്പുറയുടെ മാഫിയയുടെ ഏജന്റാണ്, ആ ഒരു ധാരണയാണ് ഇപ്പോൾ പൊതുവിൽ ജനങ്ങൾക്ക് ഇതേ ഉള്ളൂ. അത് വായിച്ചറിവായിരിക്കും, പലർക്കും കേട്ടറിവും പറഞ്ഞറിവും ഒക്കെ ആയിരിക്കും. എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല, പല രീതിയിലായിരിക്കും. ആ രീതി ഇന്നുവരെ എന്തായാലും അത്തരത്തിലൊരു ആരെങ്കിലും സഹായിക്കത്തക്ക രീതിയിലുള്ള നടപടി പാലക്കോടെയോ മാഫിയോടോ ഇവരാരെങ്കിലും സഹായിക്കത്തക്ക രീതിയിലുള്ള ഒന്നും തന്നെ ഞാൻ നടപടി സ്വീകരിച്ചിട്ടില്ല അവർക്ക് അനുകൂലമായിട്ട്. അത് മാത്രമല്ല, ശക്തമായ രീതിയിൽ ഇത് പിടിക്കുന്നതിനും പാറയും മണ്ണും മണലും ഒക്കെ പിടിക്കുന്നതിനും ഞാൻ അവരുടെ കണക്കൂടെ തരാം. കഴിഞ്ഞ 6 മാസത്തിലോ 1 വർഷത്തിനുള്ളിൽ പിടിച്ചത് അത്തരത്തിലൊരു നീക്കം നടത്തുകയും ഡെയിലി അത് മോണിറ്റർ ചെയ്യുകയും അതിന് സ്പെഷ്യൽ ടീം തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ കുണ്ടറ CAയുടെ നേതൃത്വത്തിൽ പ്രസ് റിലീസ് നേരത്തെ തന്നെ തന്നിട്ടുള്ളത്. കുണ്ടറ നേരത്തെ ഉണ്ടായിരുന്നത് പുല്ലൂർ CAയുടെ നേതൃത്വത്തിൽ ഒരു ടീം ഉണ്ടാക്കിയിരുന്നു ഇത് പിടിക്കുന്നതിന് വേണ്ടി, സ്പെഷ്യൽ ഒരു ടീമായിട്ട്. അവർ ഒരാൾ നോക്കുന്നത് സ്പെഷ്യൽ ടീമായിട്ട്. അപ്പോൾ പുല്ലൂർ CA ട്രാൻസ്ഫർ ആയി പോയപ്പോൾ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു നല്ലൊരു CA എന്നുണ്ടെങ്കിൽ കുണ്ടറ CAയുടെ നേതൃത്വത്തിൽ ഞാനൊരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി. അത് ദിവസങ്ങളത്തെ കുറെ കാലമായി. അതിന്റെ നേതൃത്വത്തിൽ ഒത്തിരി അത് പിടിക്കുന്നത് പ്രസ് റിലീസിൽ തരുന്നതാണ്. അപ്പൊ അത് ശക്തമായ നിലപാട് അതിനെതിരായിട്ടാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് മറിച്ചൊരു ധാരണയോടുകൂടി അങ്ങനെ ഒരു പ്രചരണം വന്നത്, ആ ഒരു തെറ്റിദ്ധാരണ അതിന്റെ യഥാർത്ഥ വസ്തുത ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ തെളിവുണ്ട്. GD രജിസ്റ്ററുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. GD രജിസ്റ്റർ അതല്ലേ, അതിന്റെ കോപ്പിയാണ്. GD രജിസ്റ്ററിന്റെ കോപ്പിയാണ് ഇത് എടുത്തത്, അവിടെ നിന്ന് എടുത്തത്. അതില് ഇങ്ങനെ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യം ആയതുകൊണ്ട് അവർക്ക് കടൽക്ഷോഭം ഒഴിവാക്കുന്നതിനും കടൽ ഭിത്തി കെട്ടുന്നതിനും കൊണ്ടുപോവുകയാണെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെയാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി എവരെയൊക്കെ ഇങ്ങനെ ഓഫീസേഴ്സിനെ അറിയിച്ചിട്ട് ഇത് തൽക്കാലം വിടുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. SP ഇങ്ങനെ ശകാരിച്ചെന്നോ SP ഇങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്തെന്നോ കടൽക്ഷോഭം എഴുതിയത്. SP-യുടെ ക്ഷോഭം ആരും വായിച്ചൊന്നും അറിയില്ല. കടൽക്ഷോഭം എന്നാണ് GD രജിസ്റ്ററിലുള്ളത്, SP-യുടെ ക്ഷോഭം എന്നില്ല. പക്ഷെ SP-യുടെ ക്ഷോഭം എങ്ങനെ എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ കൊട്ടാരക്കര റൂറലിന്റെ പരിധിയിൽ വന്നു കയറിയ സകലമാന പാറ ലോറിക്കാരും അറിഞ്ഞു. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നതാണ് നമ്മുടെ ലൈൻ. അതുകൊണ്ട് പാസ് ഉള്ളതും ഇല്ലാത്തതും എന്ന് വേണ്ട, കണ്ണിൽ കണ്ട സകല ലോറിയും SP-യും പരിവാരങ്ങളും ചേർന്ന് പിടിച്ചെടുത്തു. ലോറിക്കാർ നക്ഷത്രമെണ്ണി. അനധികൃതമായി പ്രകൃതി ചൂഷണം നടത്തുന്നുവെന്നും അതുപോലെ തന്നെ അനധികൃതമായ രീതിയിൽ പാറ മണ്ണ് മണലെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപമുണ്ട്. ആ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നോക്കുകയും
അനധികൃതമായിട്ട് കൊണ്ടുപോകുന്നു, ലൈസൻസ് ഇല്ലാതെ കൊണ്ടുപോകുന്നതും ലൈസൻസോ പെർമിഷനോ പാസോ മിസ്യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെയൊന്നും നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കൊല്ലം റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇതിലിറങ്ങിയിട്ട് അത് ചെക്ക് ചെയ്യുന്നത്. 6 മണി സമയം വെച്ച പാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ജിയോളജിസ്റ്റിനെ വിളിച്ചപ്പം അങ്ങനെ കോറികൾക്ക് പ്രത്യേക ഒരു സമയം വെച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. നൂറിനോട്ടുനിന്ന് വരുന്ന വണ്ടിയാണ്. പട്ടാഴി വേദാമുക്കിൽ നിന്ന് കല്ലെടുത്ത് നൂറിനോട്ട് ചെല്ലുമ്പോൾ 1200 ഡീസൽ വേണം. വണ്ടി ലോഡുമായിട്ട് ഏനാത്ത് അടുത്തായപ്പോഴാണ് പത്തനാപുരം പോലീസ് ഞങ്ങളെ പിടിക്കുന്നത്. പാസ്സുണ്ട്, എല്ലാ കൃത്യമാണ്, വണ്ടിക്ക് ബുക്കും പേപ്പറുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോഴാണ് ഇന്നാണ് അറിയുന്നത് 7 മണി കഴിഞ്ഞേ ഇറങ്ങാം. ഞങ്ങൾ 6:30ക്കാണ് മലയിൽ നിന്ന് ഇറങ്ങുന്നത്. ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം പത്തനാപുരത്ത് വന്നപ്പോൾ തിരിച്ച് ഞങ്ങൾ കൊട്ടാരക്കര കൊണ്ടുവരണമെന്ന് പറയും. ഇപ്പം ഇവിടെ പട്ടാഴിക്കുന്ന് ഓടി പത്തനാപുരത്ത് വന്നപ്പോൾ തന്നെ ഡീസലില്ല. 1200 ഡീസൽ വേണം ഞങ്ങൾക്ക്. പട്ടാഴി വേദാമുക്കിൽ നിന്ന് ഒരു ലോഡ് കല്ല് നൂറിനട്ടാത്ത. ഇത് കഴിഞ്ഞ് എനിക്ക് 400 രൂപ ശമ്പളം കിട്ടും, എനിക്ക് 200 രൂപ. ഇതാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം. ഇതിൻ്റെ കാശ് മുടക്കി മുതലാളിക്ക് 900 രൂപ 800 രൂപ. ഇപ്പം തന്നെ പൈസയുടെ ഡീസൽ കത്തിക്കഴിയും. ഇന്ന് കൊട്ടാരക്കര പോകണമെങ്കിൽ ഡീസൽ കയ്യിൽ നിന്ന് കാശുണ്ടാവുന്നു. ഞങ്ങളെ ചായ കുടിക്കാൻ പോലും കാശില്ല. പാറ കയറ്റി കൊണ്ടുപോകുന്നതിന് സമയം പറയുന്നില്ല. പാറമലയിൽ നിൽക്കുന്ന ആളുകൾ എഴുതി കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് പാസ് തന്നുകൊണ്ടിരിക്കുന്നത്. അതും പ്രകാരമാണ് വണ്ടികൾ വന്ന് കല്ല് കയറ്റി കൊണ്ടുപോകുന്നത്. 6:30ക്കും 7 മണിക്കും 5 മണിക്കും എല്ലാം വന്ന് വണ്ടികൾ കല്ല് കയറ്റിക്കൊണ്ട് പോവുക. അതിന് പ്രത്യേക ഒരു സമയമോ നിയമമോ ഇല്ല. പക്ഷേ ഇവിടുത്തെ SI പറയുന്നത് അതൊരു സമയമുണ്ട്. ആ സമയം 7 മണി കഴിയാതെ ലോഡ് കയറ്റാനൊക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിലൊരു 36 ലോറിയും അതിൽ പറ്റിയ കല്ലും മണ്ണ് തുടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു JCB ഉൾപ്പെടെ അങ്ങനെയുള്ളത് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഓപ്പറേഷൻ തണൽ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. കാരണം ഭൂമിക്കൊരു തണലുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവനുള്ളത്, അത് നശിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഓപ്പറേഷൻ തണൽ എന്ന് പറയുന്നത്. അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചാൽ മനുഷ്യൻ എന്തും ചെയ്യും. പതിവ് പോലെ രാഷ്ട്രീയവും ജീവിതവുമൊക്കെയായി ഇത്തവണയും ആഴ്ചവട്ടം അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.